കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 17, 26 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങൾ. നോഹയുടെ ദിവസങ്ങളിൽ സംഭവിച്ചതെങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലും. നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുകയും ചെയ്തതുവരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു. ലോത്തിൻ്റെ നാളുകളിലും അങ്ങനെ തന്നെയായിരുന്നു. അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ലോത്ത് സോദോമിൽ നിന്നും ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്നും തീയും ഗന്ധവും പെയ്ത് അവയെല്ലാം നശിപ്പിച്ചു. ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിലും. ആ ദിവസം പുരമുകളിലായിരിക്കുന്നവൻ വീട്ടിനകത്തുള്ള തൻ്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോകരുത്. അതുപോലെ വയലിലായിരിക്കുന്നവനും പിന്നിലുള്ളവയേക്ക് തിരിയരുത്. ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക. തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നാൽ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നിലനിർത്തും. ഞാൻ നിങ്ങളോട് പറയുന്നു, അന്ന് രാത്രി ഒരു കട്ടിലിൽ 2 പേർ ഉണ്ടായിരിക്കും. ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. 2 സ്ത്രീകൾ ഒരുമിച്ച് ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. കർത്താവേ, എവിടേക്ക് എന്നവർ ചോദിച്ചു. അവൻ പറഞ്ഞു, ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം മനസ്സിരുത്തി വായിക്കുവാണെങ്കിൽ അല്പം ഭീതിയോടെ അല്ലാതെ നമുക്കത് വായിച്ചു തീർക്കാൻ പറ്റില്ല. കാരണം ഈ സുവിശേഷ ഭാഗത്തിൻ്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്. ഫരിസേയർ വന്ന് ചോദിച്ചു, ദൈവരാജ്യം എപ്പോഴാണ് വരിക? അപ്പോൾ ദൈവരാജ്യം വരുമ്പോൾ അതിൻ്റെ അടയാളങ്ങളൊക്കെ എന്തൊക്കെയാണ്, ഏത് രീതിയിലാണ് ദൈവരാജ്യം വെളിപ്പെടുത്തപ്പെടാൻ പോകുന്നത്, ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് എങ്ങനെ അത് കാണാൻ പറ്റും? ഈശോ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഇപ്പോൾ ഇവരൊന്ന് ചോദിച്ചു, ദൈവരാജ്യം എങ്ങനെയാണ് ഞങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുക? അപ്പം അതിന് ഇന്നലത്തെ സുവിശേഷ ഭാഗങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഈശോ പറഞ്ഞുകൊണ്ടിരുന്നത് തന്നിലൂടെ വെളിപ്പെടുത്തപ്പെടേണ്ട ദൈവരാജ്യത്തെക്കുറിച്ച് പ്രഘോഷിക്കപ്പെടുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അത് വെളിപ്പെടുന്നതിന് മുമ്പ് തൻ്റെ കുരിശുമരണം, പീഡാസഹനം, ഉത്ഥാനം, ഇതിന് ശേഷമാണ് അവൻ്റെ 2ാം വരവ്. അപ്പം ഇത്രയും കാര്യങ്ങൾ അതിന് മുന്നോടിയായിട്ട് സംഭവിക്കേണ്ടതുണ്ട് എന്ന് കർത്താവ് പറഞ്ഞതിന് ശേഷമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലേക്ക് വരുന്നത്. അപ്പോൾ അത് നമുക്കുള്ളൊരു റിമൈൻഡറാണ്, നമുക്കുള്ള ചില ഓർമ്മപ്പെടുത്തലുകളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നത്. അതിന് 2 ഉദാഹരണങ്ങളാണ് ദൈവരാജ്യത്തിൻ്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ലോത്തിൻ്റെ നാളുകളിൽ സംഭവിച്ചത്. 2, നമുക്കറിയാം സുവിശേഷത്തിൽ തന്നെ കൃത്യമായിട്ട് എഴുതി, നോഹയുടെ നാളുകളിൽ സംഭവിച്ച കാര്യങ്ങൾ. അവർ തിന്നും കുടിച്ചും നോഹയ്ക്ക് പെട്ടകുണ്ടാക്കി. കർത്താവ് ജനത്തെ നശിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ പെട്ടകുണ്ടാക്കാൻ പറഞ്ഞു. നോഹ പെട്ടകുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ കളിയാക്കാനും പരിഹസിക്കാനും അവരപ്പോഴും ലൗകിക മനുഷ്യരായി, ജഡിക മനുഷ്യരായി ദൈവസ്വരം കേൾക്കാതെ ജീവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ നോഹ പെട്ടകത്തിനുള്ളിൽ കയറുന്നത് വരെ, അല്ലെങ്കിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ജലപ്രളയം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ലോത്തിനോട് സോദോമിൽ നിന്ന് പൊക്കോളാൻ പറഞ്ഞു. ഇവിടെ തീയും ഗന്ധവും ഇട്ട് കത്തിച്ച് നശിപ്പിക്കാൻ പോകാന്ന് പറഞ്ഞു. ലോത്ത് അവിടെ നിന്ന് ഓടിപ്പോകുന്നത് വരെ കർത്താവ് നശിപ്പിച്ചില്ല. ലോത്ത് പോയി കഴിഞ്ഞപ്പോഴാണ് നശിപ്പിച്ച് കളയുന്നത്, കത്തിച്ച് കളയുന്നത്. അപ്പം ഇതിനിടയ്ക്കാണ് നമ്മുടെ ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കുന്നതും ഉപ്പുതൂണായൊക്കെ പോകുന്നതും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കർത്താവിൻ്റെ കാര്യങ്ങളിൽ നാം എപ്പോഴും വ്യാപൃതരായിരിക്കുകയും ദൈവരാജ്യത്തിൻ്റെ വിഷയങ്ങളിൽ എപ്പോഴും ശ്രദ്ധയുള്ളവരായിരിക്കുകയും നമ്മുടെ ആത്മരക്ഷയെക്കുറിച്ച് നമ്മൾ അവബോധവാന്മാരായി, അല്ലെങ്കിൽ ബോധമുള്ളവരായി നമ്മൾ ജീവിക്കുകയും ചെയ്യുന്ന ആ മുന്നോട്ടുള്ള നമ്മുടെ ആത്മീയ യാത്രകളിൽ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. ഇന്നലകളിലേക്ക്, ലോകത്തിലേക്ക്, നഷ്ടപ്പെട്ടു പോയതിലേക്ക്, ഇന്നലകളിൽ നമുക്കേറ്റ മുറിവുകളിലേക്ക്, വിഷമങ്ങളിലേക്ക്, പാപങ്ങളിലേക്ക്, അത് വരുത്തി വെച്ച ഇതിലേക്കൊന്നും തിരിഞ്ഞു നോക്കേണ്ടവരല്ല എന്നാണ് നമ്മൾ. അപ്പോൾ ആത്മീയമായി നമ്മൾ വളരുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകാൻ വിളിക്കപ്പെട്ടവരാണ്. തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കരുത്.
തിരിഞ്ഞു നോക്കിയപ്പോൾ ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ച എന്താണെന്ന് സുവിശേഷത്തിന് പറയുന്നത് ഉപ്പുതൂണായിപ്പോയി. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ്? വചനം എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? നമുക്ക് നമ്മുടെ ആത്മരക്ഷയുമായിട്ട് ദൈവരാജ്യത്തിൻ്റെ പ്രവേശനത്തിന് വേണ്ടി കർത്താവ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം തരും. ആ സമയം തന്നിട്ടുണ്ട്. ഇപ്പോൾ നോഹയ്ക്ക് സമയം കൊടുത്ത് പെട്ടകം പണിയാനുള്ള സമയം കൊടുത്തു. ലോത്തിന് അവിടെ നശിപ്പിക്കപ്പെടാൻ പോകുന്ന ദേശത്തു നിന്നും സോദോമിൽ നിന്നും പോകാനുള്ള സമയം കൊടുത്തു. ഇതിനുശേഷം ഇവർ രണ്ടുപേരും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട നീതിമാന്മാരായി ജീവിച്ചവർ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞപ്പോഴാണ് കർത്താവ് ഈ പറയുന്ന അനീതിയോടെ പാപത്തിൽ ജീവിച്ചിരുന്ന ഒരു ജനതയെ നശിപ്പിച്ച് കളയുന്നു, കത്തിച്ച് കളയുന്നു. അപ്പോൾ ഇത് കർത്താവിൻ്റെ വരവിൻ്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് കർത്താവ് പറയുക എന്ന് പറഞ്ഞാൽ അവൻ്റെ രണ്ടാം വരവ് വരെ, അവൻ്റെ വരവ് വരെ കർത്താവ് എന്ത് ചെയ്യും? ഇങ്ങനെ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും ലൗകിക മനുഷ്യനായി ജീവിക്കാൻ ദൈവം അനുവദിക്കും. എന്നാൽ ദൈവം തെരഞ്ഞെടുപ്പ് നടത്തുന്ന സമയങ്ങളിൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ ജീവിച്ച് കർത്താവിനോടുള്ള ബന്ധത്തിൽ ആത്മരക്ഷയുമായി ബന്ധത്തിൽ ജീവിച്ച ദൈവമക്കളെ ആദ്യം കർത്താവ് മാറ്റിയതിന് ശേഷമായിരിക്കും ലോകത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വിധി വെളിപ്പെടാൻ പോകുന്നത്. അപ്പം അതിൽ നമ്മളുണ്ടാകും എന്നുള്ളതാണ് വിഷയം. ഈ എംബർ ഇമാനുവേൽ എന്ന് പറയുന്ന ആ വിഘടിത സമൂഹം പറയുന്നത് എന്നാണെന്നറിയാവോ? ഈ വെളിപാടിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന 1,44,000 പേരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത്രയും പേര് മാത്രം പെട്ടകത്തിൽ വേഗം കയറിക്കൊള്ളാനാണ് പറയുന്നത്. ഇവിടെ വലിയ പെട്ടകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മുരിയാട് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണും, വലിയ പെട്ടകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് ഈ 1,44,000 പേര് ആദ്യം കയറുന്നവർ അവർ രക്ഷപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പം അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ പറയുന്നത് 1,44,000 പേരെ മാത്രമാണ് രക്ഷിക്കാൻ വേണ്ടിയാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നതെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു, അല്ലേ? ലോകത്തിൻ്റെ മുഴുവനും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. ഒരുവൻ പോലും നശിച്ചു പോകരുതെന്നുള്ള പിതാവിൻ്റെ ഇഷ്ടം പുത്രനിലൂടെ പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടിയാണ് അവൻ്റെ കുരിശുമരണത്തിലൂടെയും പീഡാസഹനത്തിലൂടെയും അവൻ്റെ ഉത്ഥാനത്തിലൂടെയും ഈ ലോകത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്. ഇവർ പറയുന്നത് 1,44,000 പേരെ രക്ഷപ്പെടുള്ളൂ, അതുകൊണ്ട് വേഗം പെട്ടകം ഉണ്ടാക്കിയിട്ടുണ്ട് അതിനുള്ളിൽ കയറാനായിട്ട്. അപ്പം ഇതൊരു തെറ്റായ പ്രവണതയാണ്, തെറ്റായ ബോധ്യമാണ്. എന്താണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്? എന്താണ് വചനത്തിലുള്ള കർത്താവ്? നമുക്ക് രക്ഷപ്പെടാനുള്ള സകല സാധ്യതകളും രക്ഷപ്പെടാനുള്ള നമ്മുടെ ആത്മരക്ഷ ഉറപ്പിക്കാനുള്ള സമയമൊക്കെ നമുക്ക് കർത്താവ് തന്നിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്തി ആത്മീയമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട. നമുക്കതിനുള്ള സമയം കിട്ടില്ല. കർത്താവിൻ്റെ വരവിൽ നമുക്ക് സമയം കിട്ടില്ല എന്നാണ് പറയുന്നത്. അതാണ് പ്രത്യേകത. നമുക്ക് അവൻ്റെ രണ്ടാം വരവിൽ നമുക്ക് പിന്നെ വേറെ ഒന്നിനും സമയം കിട്ടില്ല. അതുകൊണ്ടാണല്ലോ റൂഫ് ടോപ്പിലായിരിക്കുന്നത്, പുരമുകളിലായിരിക്കുന്നത്, താഴേക്ക് ഇറങ്ങി വന്ന് സാധനങ്ങളൊന്നും പറക്കാൻ നോക്കേണ്ട കാര്യമുള്ളൂ, സമയം കിട്ടില്ല എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പുരമുകളിലായിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭൗതിക നേട്ടത്തിൻ്റെ, ലൗകിക നേട്ടത്തിൻ്റെ ലക്ഷണമാണ്. രണ്ടാം നിലയിൽ പുരമുകളിലായിരിക്കുന്നത് 2 നിലയുള്ള വീടൊക്കെ ആയിരിക്കും. അപ്പോൾ അത്രയും ഭൗതികമായ സാമ്പത്തികമായ ശേഷി, ലൗകികമായി ഉന്നതി പ്രാപിച്ചൊരു നീ താഴേക്ക് വന്ന് ഇതൊന്നും പറക്കാനുള്ള സമയം, നീ കൂട്ടിവെച്ചതും നീ ഉണ്ടാക്കിയതൊന്നും പറക്കാനുള്ള സമയം കിട്ടില്ല എന്നാണ് പറയുന്നത്. ഉണ്ടോ? അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ വയലിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൽ തുടരാനാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആത്മീയ അധ്വാനത്തിലായിരിക്കുന്നവൻ, നമ്മൾ അതിൽ മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുന്നിടത്തോളം കാലം നമ്മൾ കർത്താവിൻ്റെ വെളിപ്പെടുത്തലിനെ കുറിച്ച് നമ്മൾ അസ്വസ്ഥപ്പെടേണ്ട. അവൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചും അവൻ വിധിയാളനായി വരുന്ന ദിവസത്തെക്കുറിച്ചും നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ആത്മരക്ഷ ഉറപ്പിക്കാനുള്ള സമയത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ. അതുതന്നെയാണ് ആദ്യ വായനയിൽ നമ്മൾ കേട്ടു, നമുക്ക് ഇഷ്ടംപടി സമയമുണ്ട്. സൃഷ്ടികളിലേക്ക് നോക്കിയാൽ തന്നെ, സൃഷ്ടിയുടെ മകുടം മനസ്സിലാക്കിയാൽ തന്നെ അതിൻ്റെ പിന്നൊരു സൃഷ്ടാവുണ്ടെന്ന് കണ്ടെത്താൻ നമുക്ക് പറ്റും. ഈ ലോകം ഇത്രയും മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്നതിന് പിന്നിൽ ഒരു ഡിസൈനർ ഉണ്ട് എന്ന് ഒരാളതുണ്ടാക്കുന്നത് വരികയല്ല. അങ്ങനെയെങ്കിലും സൃഷ്ടാവിനെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. അത്രയും നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുന്ന നിത്യജീവനെ, നമ്മുടെ ആത്മരക്ഷയെ എന്തുകൊണ്ട് നമ്മൾ അധ്വാനിച്ച് കണ്ടെത്തുന്നില്ല എന്നുള്ള ചോദ്യമാണ് ആദ്യ വായനയിലും സുവിശേഷത്തിലുമായിട്ട് ഇന്ന് സഭ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആത്മരക്ഷ നമ്മുടെ ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള വിഷയമാണ്. അത് ആ തെരഞ്ഞെടുപ്പിൽ കർത്താവ് നീതിമാന്മാരെ മാറ്റി നിർത്തിയതിന് ശേഷമായിരിക്കും ലോകത്തെ അതുവരെ നശിപ്പിക്കില്ല. നോഹ പെട്ടകത്തിൽ കയറിയപ്പോഴാണ് പ്രളയം വന്നത്. ലോത്ത് സോദോമിൽ നിന്ന് ഓടിപ്പോയപ്പോഴാണ് അവിടെ അഗ്നി ഇറക്കിയത്. അപ്പം അതുകൊണ്ട് നമ്മൾ നീതിമാന്മാരുടെ സമൂഹത്തിൽ ആയിരിക്കുക. കർത്താവിൻ്റെ നീതീകരണത്താൽ, വിശ്വാസത്തിലുള്ള നീതീകരണത്താൽ രക്ഷിക്കപ്പെട്ട സമൂഹത്തിൻ്റെ ഭാഗമായി നമ്മൾ ആയിരിക്കുന്നിടത്തോളം കാലം കർത്താവിൻ്റെ സംരക്ഷണത്തിലും
അവൻ്റെ വരവിൽ നാം അവനോടൊപ്പം എടുക്കപ്പെടും എന്നുള്ളതാണ് ഇന്നത്തെ വായനകളുടെ സന്ദേശം. ഈ സന്ദേശം ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ മക്കളായി ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.